നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് വെള്ളുമാടുകുന്ന JDD ഇസ്ലാം സ്കൂളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥർ മുറി തുറന്നത് വലിയ വിവാദമാകുമ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ഈ നീക്കം അടിമുടി ദുരൂഹമാണ് എന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും UDF ആരോപിക്കുന്നു. സംഭവത്തിൽ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെ 6 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9:30 പേരാമ്പ്ര ROയുടെ ഓഫീസിൽ നിന്ന് മെറ്റീരിയൽ റൂം തുറക്കണമെന്ന അറിയിപ്പ് വരുന്നത്. എന്നാൽ ചട്ടപ്രകാരം മുൻകൂട്ടി അറിയിപ്പ് നൽകണമെന്നും തീരുമാനമെടുക്കാൻ സമയം വേണമെന്നും സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ മറുപടി നൽകി. ഇത് അവഗണിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ മുറി തുറക്കാൻ തിടുക്കം കാട്ടിയതാണ് സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. സ്ഥാനാർത്ഥി എത്തുന്നതിന് മുൻപേ മുറി തുറന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്രതീക്ഷിതമായി മുറി തുറന്നത് കണ്ട് തഹ്ലിയയുടെ ഭർത്താവ് അഡ്വക്കേറ്റ് ഷഹസാദ് സ്ഥലത്തെത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. പിന്നീട് നടന്ന പ്രതിഷേധത്തിനൊടുവിലാണ് അനുമതി നൽകിയത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള മുറി തുറന്നത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന് UDF ആരോപിക്കുന്നു. പബ്ലിക് വ്യൂയിംഗ് സെന്ററിലെ സ്ക്രീനിലൂടെ UDF പ്രവർത്തകരാണ് ഉദ്യോഗസ്ഥർ മുറി തുറക്കുന്നത് ആദ്യം കണ്ടത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണങ്ങളിലെ വൈരുദ്ധ്യം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എൻകോർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനാണ് എന്ന് റിട്ടേണിംഗ് ഓഫീസർ B വിനോദ് കുമാർ പറയുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ഒത്തുനോക്കാനാണെന്നാണ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ വിശദീകരിച്ചത്. ഒരേ സംഭവത്തിൽ 2 ഉന്നത ഉദ്യോഗസ്ഥർ വ്യത്യസ്ത കാരണങ്ങൾ നിരത്തുന്നത് സംശയകരമാണ്. സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും ഇരുട്ടിൽ നടത്തിക്കൊണ്ട് നടത്തിയ ഈ നീക്കം വോട്ടെടുപ്പിന്റെ സുതാര്യതയെ ബാധിക്കുമെന്ന് UDF ചൂണ്ടിക്കാട്ടുന്നു. പേരാമ്പ്രയിലെ മുറിയാണ് തുറന്നത് എന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും കോഴിക്കോട് സൗത്ത് മണ്ഡലവുമായി ബന്ധപ്പെട്ട മുറി തുറക്കുന്നതാണ് ക്യാമറയിൽ കണ്ടതെന്ന് സ്ഥാനാർത്ഥികൾ പരാതിയിൽ പറയുന്നു. മുറിക്കകത്ത് ലാപ്ടോപ്പുമായി ഇരുന്ന ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്തതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പേരാമ്പ്രയ്ക്ക് പുറമെ കൊയിലാണ്ടി, കുന്ദമംഗലം, കോഴിക്കോട് നോർത്ത്, സൗത്ത്, ബാലുശ്ശേരി എന്നീ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളും ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടു. റിട്ടേണിംഗ് ഓഫീസറെ തെരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം ശക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത ഉറപ്പാക്കാൻ കളക്ടർ നേരിട്ട് ഇടപെടണമെന്നും UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. MK രാഘവൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്കൂളിലെത്തി പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. സ്ട്രോങ് റൂമിന് സമീപം നടന്ന ഈ അസ്വാഭാവിക നീക്കങ്ങൾ വോട്ടെണ്ണൽ വേളയിൽ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. JDD സ്കൂളിലെ പ്രധാന കവാടത്തിന് സമീപം എല്ലാ സ്ട്രോങ് റൂമുകളും കാണാനായി പബ്ലിക് വ്യൂയിംഗ് സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ട്രോങ് റൂം നിരീക്ഷണത്തിനായി ഇവിടെ ഉണ്ടായിരുന്ന UDF പ്രവർത്തകരാണ് ഉദ്യോഗസ്ഥർ മുറി തുറക്കുന്നത് ആദ്യം സ്ക്രീനിൽ കണ്ടത്. അവർ വിവരം UDF ജില്ലാ നേതാക്കളെ അറിയിച്ചു. കളക്ടറോട് അന്വേഷിച്ചപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിന്റെ വരണാധികാരിക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി. ഇതോടെയാണ് മുറി തുറന്ന സംഭവം വിവാദമായത്. ജില്ലാ ലേബർ ഓഫീസറായ C വിനോദ് കുമാറാണ് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ.